ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന കോഴിമരുന്നാണ്. കോഴിമരുന്നെന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ ഔഷധപ്രദമായ ഒരു സംഭവമാണ്. നല്ല ഹെൽത്തിയാണ്. നമുക്ക് തണുപ്പുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന, പണ്ടത്തെ ആളുകൾ കഴിച്ചുകൊണ്ടിരുന്ന കോഴിമരുന്നാണ്. അപ്പോൾ ഇത് എന്തോ മെയിൻ കോഴിമരുന്ന് എന്ന് പറയുന്ന മരുന്ന് ഇതൊക്കെയാണല്ലേ? ഇതാണല്ലോ നമ്മൾ കൂട്ട്. ഇതാണ് കൂട്ട്. ഇത് നമുക്ക് കുറേ മരുന്നുകളൊക്കെ കൂടിയുള്ള ഒരു കൂട്ടാണത്. ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ദേവദാരു അതന്നെ ദേവദാരം. പിന്നെ ഇത് എന്തെന്ന് അമ്മാമയ്ക്കുള്ളപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടംപിരി വലംപിരി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും അറിയില്ല. അതെങ്ങനെ ഒരു കൂട്ടാണത്, വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മല്ലി, ഏലക്കായ, എള്ള്, മല്ലി, പിന്നെ മഞ്ഞള്, ചുക്ക്, പിന്നെ ഒരു കഷ്ണം ജാതിക്കായ, അങ്ങനെ അങ്ങനെ പേര്. അപ്പൊ എങ്ങനെയാണ് കോഴിമരുന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോഴിമരുന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് കിടക്കാണ്. അപ്പോൾ ഞങ്ങൾ എണ്ണി എടുത്തിരിക്കുന്നത് പെടക്കോഴി, നാടൻ പെടക്കോഴിയാണ്. ശരിക്കും കന്നിപ്പെട എന്നൊക്കെ പറയും. അതായത് മുട്ടയിടുന്നതിന് മുമ്പ് ഉള്ള പെടക്കോഴീനെ വേണം എന്നൊക്കെ പറയും മരുന്ന് വെക്കുമ്പോൾ. അതിൽ അമ്മൂമ്മയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പെടക്കോഴിയൊക്കെ എവിടുന്ന്, മറ്റേ കന്നിപ്പെടക്കോഴിയൊക്കെ എവിടുന്ന് കിട്ടാനാണ്. അപ്പോൾ അതുകൊണ്ട് നാടൻ കോഴി, പെടക്കോഴിയാണത്. മുട്ടയിടുന്ന കോഴി 1.5 കിലോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ 2 മുഴുവൻ വെളുത്തുള്ളി, 2 ചുള മുഴുവൻ ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 5-8 അല്ലി ചുവന്നുള്ളി, അതും നമുക്കിതുപോലെ ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും നല്ലെണ്ണയും സമസമമാണ്. അതായത് 200 ഗ്രാം നല്ലെണ്ണയും 200 ഗ്രാം വെളിച്ചെണ്ണയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. 50 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ആകെ ഇതിൽ യൂസ് ചെയ്യുന്ന പൊടി എന്ന് പറയുന്നത്, ഈ മരുന്നല്ലാതെ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത, നമ്മൾ ഉപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. ഉപ്പ് ഈ മസാലയിൽ, മരുന്നിൽ ഉപ്പ് ആവശ്യമില്ല. ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ചിലവർ ഉപ്പ് ഉപയോഗിക്കും, പക്ഷേ ഉപ്പ് ഉപയോഗിക്കുന്നത് ഈ മരുന്നിൻ്റെ ഒരു ഇതിനനുസരിച്ച് അത്ര നല്ലതല്ല. പിന്നെ ഒരു തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ മസാലകൾ പൊടിക്കാനുള്ള ഇത് മൂപ്പിച്ചെടുക്കാം. ചട്ടിയിലിട്ടിട്ട് മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുക്കണം. മൂപ്പായി വരുമ്പോൾ നമുക്കെടുത്ത് ചൂടാറിയിട്ട് പൊടിക്കണം. നമുക്ക് പിന്നെ കോഴി അടപ്പത്ത് വെക്കേണ്ട പണി ചെയ്യാം. അതിൽ ഒരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ചെറിയ സ്പൂണാണ്. അത് കഴിഞ്ഞിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലിടാം. അപ്പോൾ ഇനി നമുക്കതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്നിട്ട് ഒന്നവിടെ മിക്സ് ചെയ്തിട്ട് അടപ്പത്ത് വെക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ പാലിൽ തന്നെ വെന്തോളും. അപ്പോൾ അതിൽ നമ്മൾ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. അത് ഉപ്പിടുന്ന ആൾക്കാർ ചില സ്ഥലങ്ങളിൽ ഉപ്പിടും. ഓരോ നാട്ടുകാർ ഓരോ വിധത്തിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇടില്ല. ഒരു തേങ്ങയുടെ പാലാണ് എടുത്തത്. ഒരു വലിയ തേങ്ങയുടെ പാലാണ് തേങ്ങാപ്പാലാണ് എടുത്തത്. സെക്കൻഡ് പാലും പിന്നുള്ള പാലൊന്നും എടുക്കില്ല, ഫസ്റ്റ് പാല് മാത്രം. അതിലാണ് ഇപ്പോൾ ഇത് വേവിക്കാൻ പോകുന്നത്. അത് വേവിച്ച് കഴിഞ്ഞിട്ട് വേണം മരുന്നുകൾ കൂട്ടാനായിട്ട്. ഇനി നമുക്കിത് അടപ്പത്ത് വെക്കാം. ഇത് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം തിള വരുന്നത് വരെ തീ നല്ലോണം ഇട്ട് കത്തിക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കത്തുപിടിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കാരണം വേഗം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇറച്ചിയുടെ വെള്ളമൊക്കെ പറ്റി, കോഴി ഇറച്ചിയുടെ വെള്ളമൊക്കെ പറ്റി. നമുക്കിനി മരുന്നുകൾ കൂട്ടാം. അപ്പോൾ അതിൽ നമുക്ക് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച്, അതിൻ്റെ കുറേ എണ്ണ ഒഴിച്ച്, നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മരുന്ന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യും. വെളിച്ചെണ്ണ 200 മില്ലി. എണ്ണ. ഇത് രണ്ടും കൂടിയാണ്ട് ഇളക്കിയിടാം നമുക്ക്. എണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നല്ലോണം തിള വന്നതിന് ശേഷം
അത് പതച്ച് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷമാണ് മരുന്ന് കൂട്ടിയിട്ട് നെയ്യ് ഒഴിക്കുക. ഇത് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് മരുന്നായിട്ടാണ്, കോഴിമരുന്ന്. ഇപ്പോൾ എത്ര കിലോയ്ക്കുള്ള കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് 1.5 കിലോൻ്റെ കോഴിയുടെ മരുന്നാണ് നമ്മളിവിടുന്ന് വാങ്ങിച്ചേക്കണേ. ഇനിയിപ്പോൾ ഇത് തന്നെ ഈ മരുന്ന് തന്നെ നമുക്ക് പൊടിച്ചിട്ട് പൊടിയായിട്ടുള്ളതും കിട്ടും. ഞങ്ങളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ശരിക്കുള്ള മരുന്ന് ആയിട്ടാണ്. ഞങ്ങളിത് തന്നെ വറുത്ത് പൊടിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്ത മരുന്ന്, അത് നമുക്ക് ആ മരുന്ന് ഇതിൽ ഇനി കൂട്ടേണ്ട സമയമായി. അപ്പോൾ ഇത് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മരുന്ന് കൂട്ടി കൊടുക്കാം. മരുന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി വരും നമുക്ക് കാണാം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ കോഴിമരുന്നിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡായി എല്ലായിടത്തേക്ക് എത്തണ മണമാണ്. പൊടിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തീ കുറച്ച് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിക്കുകയാണ്. ഇത് റെഡിയായി. ഇത് നെയ്യ് ഒഴിച്ച് നമ്മൾ കറി ഇറക്കാൻ പോകണം. മരുന്ന്, കോഴിമരുന്ന് ഇറക്കാൻ പോകണം. മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി. അപ്പോൾ അങ്ങനെ കോഴിമരുന്ന് റെഡി ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളറൊക്കെ കണ്ടി, നല്ല കറുത്ത്, നല്ല ആ മരുന്നൊക്കെ ശരിക്കും അത് കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മരുന്നൊക്കെ പിടിക്കും. ശരിക്കും അത് ഇരുന്നൊരു 2ാമത്തെ ദിവസം കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റാണ് ശരിക്കും ഇറച്ചിയിലൊക്കെ പിടിച്ച് നമുക്ക് കിട്ടുന്നത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെയിറ്റ് ചെയ്ത് ഒന്ന് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ചോറിനോടെയൊക്കെ കഴിക്കാം. റെഡി ആയിട്ട് ഇപ്പോൾ ഒരു 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സെറ്റായി. മസാലയൊക്കെ ശരിക്കും ആ മരുന്നും ഇതൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെ കോഴിമരുന്ന് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല വേറെ മസാലകളൊന്നും ചേർക്കാതെ ആയുർവേദം മരുന്ന് മാത്രം ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതെല്ലാം കൂടെ ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മരുന്നാണിത്. അത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും. കർക്കിടക മാസത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെൽ ബട്ടൺ കൂടെ നമ്പറത്തേക്ക്. അപ്പോൾ ഞങ്ങൾ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേറെ വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.